ഇന്നത്തെ വചനധ്യാനത്തിനായി ആവർത്തന പുസ്തകം 28-ാം അധ്യായം 47-ാമത്തെ വചനം വായിക്കുന്നു. സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിൻ്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായകൊണ്ട് യഹോവ നിൻ്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. നമ്മെ സംബന്ധിച്ച് ഇന്നത്തെ വചനം ഒരു മുന്നറിയിപ്പാണ്. ദൈവത്തെ സേവിക്കേണ്ടത് എപ്രകാരമായിരിക്കണം എന്നുള്ള സന്ദേശമാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. കഷ്ടതയുടെയും വേദനയുടെയും പ്രയാസങ്ങളുടെയും നാളുകളിൽ ദൈവത്തെ വിളിക്കുവാനുള്ള ഉത്സാഹം എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അത്താഴപ്പട്ടിണിയുടെ കാലങ്ങളിൽ വളരെ ഭക്തി കാണിച്ച് ജീവിച്ച ധാരാളം മനുഷ്യരുണ്ടായിരുന്നു. അന്നൊന്നും പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് പോകുവാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ദൂരം അവർക്ക് വിഷയമായിരുന്നില്ല. വഴിയുടെ ദൂരത്തെക്കുറിച്ചുള്ള പരാതികളൊന്നും അവരുടെ നാവിൽ നിന്ന് പുറത്തു വന്നിരുന്നില്ല. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ദൈവം തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നിറവ് അനുഭവിച്ച് ജീവിച്ച അക്കാലം ഏറ്റവും മനോഹരമായ ഒരു കാലം തന്നെയാണ്. എന്നാൽ സമൃദ്ധി പലർക്കും ലഭിച്ചപ്പോൾ കഷ്ടതയുടെ നാളുകളിൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച പലരുടെയും അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തിയപ്പോൾ സംഭവിച്ചത് ആത്മീക പരാജയമാണ്. ഇല്ലായ്മയുടെ നാളുകളിൽ ആത്മീക സമ്പന്നരായി പലരും ജീവിച്ചു. എങ്കിലും സമൃദ്ധിയുടെ കാലങ്ങളിൽ കൂട്ടായ്മകൾക്ക് പോകുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവേല ചെയ്യുവാനുമുള്ള ഉത്സാഹം പലർക്കും നഷ്ടപ്പെട്ടു. ഒരു ചടങ്ങ് പോലെയായി ആത്മീയ ആരാധനകൾ പോലും. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് ദൈവം ഇപ്രകാരം പറഞ്ഞത്: ദൈവം നൽകുന്ന സമൃദ്ധി ഹേതുവായിട്ട്, സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് ഇന്ന് ദൈവമക്കൾക്ക് പഞ്ഞമില്ല. ദൈവമക്കൾക്ക് പലർക്കും ബുദ്ധിമുട്ടില്ല. പലതും ആവശ്യത്തിലധികം അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്, സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട്. സമൃദ്ധിയിൽ ഒരപകടം പതിയിരിപ്പുണ്ട്. അത് ആത്മീയ ഉദാസീനതയാണ്. ഇന്ന് വരെ കഷ്ടതയുടെ നടുവിൽ ആരും ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. എന്നാൽ സമൃദ്ധി പലരെയും ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. ദൈവം ധാരാളമായി അനുഗ്രഹിച്ചപ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ മത്ത് പിടിച്ച് സുഖത്തിൽ പലരും ദൈവത്തെ മറന്ന് ജീവിക്കുന്നത് പോലെയാണ്. അത് മനസ്സിലാക്കിയ പരിശുദ്ധാത്മാവ് ഇവിടെ നൽകുന്ന മുന്നറിയിപ്പാണ് നാം വായിക്കുന്നത്. സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിൻ്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും സേവിക്കാതെ വന്നേക്കാം. സമൃദ്ധി ഹേതുവായി നഷ്ടപ്പെടുന്നത് ഉന്മേഷവും ഹൃദയ സന്തോഷവുമാണ്. ദൈവത്തെ സേവിക്കേണ്ട ആളുകളെല്ലാം ഉന്മേഷത്തോടെ വേണം ദൈവത്തെ സേവിക്കുവാൻ. ഉദാസീനതയോടെ പാടില്ല, മടിയോടെ പാടില്ല, പിറുപിറുപ്പോടെ പാടില്ല. ഉന്മേഷത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ ചെയ്യേണ്ട ഒന്നാണ് ദൈവത്തെ സേവിക്കുക എന്നുള്ളത്. പരപ്രേരണയാലോ നിർബന്ധത്താലോ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടോ മറ്റുള്ളവരുടെ നിർബന്ധത്താലോ ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതം നയിക്കുവാൻ നാം പാടുള്ളതല്ല. മറിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായിരിക്കണം നാം ഓരോരുത്തരും. കാൽവറിയിൽ യേശു നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ, നമ്മെ വീണ്ടെടുക്കുവാനായി യേശു സഹിച്ച കഷ്ടതകൾ, നമ്മെ സ്നേഹിച്ച ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴം, ഇതെല്ലാം ധ്യാനിക്കുമ്പോൾ നമുക്കെങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം നമ്മെ നടത്തിയ ഉയർത്തിയ ദൈവത്തെ നമുക്കെങ്ങനെ മറക്കുവാനായിട്ട് കഴിയും? വിശ്വസ്തയോടെ സേവിച്ച എല്ലാവരെയും ദൈവം ഉയർത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ നാമത്തോട് കാണിച്ചതൊന്നും മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. സാക്ഷാൽ അവിടുന്ന് ഇന്ന് പലരെയും അനുഗ്രഹിച്ചു. പക്ഷേ അനുഗ്രഹം ഒരിക്കലും നമ്മെ നിത്യനാശത്തിലേക്ക് നയിക്കരുത്. ദൈവമില്ലാത്ത അനുഗ്രഹം എന്തിനാണ് നമുക്ക് എന്ന് നാം ചിന്തിക്കുക. കഷ്ടതയാണെങ്കിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മെ തന്നെ കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ പരിശോധിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നമ്മെ സ്നേഹിച്ച ദൈവത്തെ നാം ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നുണ്ടോ?
നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയാണോ? യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് വളരെ ദൂരെ ആയിരിക്കുന്നു. അവർ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം വളരെ ദൂരെയാണ് എങ്കിൽ നിന്ന്. ഈ അനുഭവമാണ് നമുക്കുള്ളത്. നാം കേവലം യാന്ത്രികമായി ആത്മീയ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. കർത്താവ് വരുവാൻ കാലം അടുത്തിരിക്കുന്നു. നമ്മുടെ ആയുസ്സിൻ്റെ നാളുകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏത് സമയത്തും ഈ ലോകത്തിൽ നിന്ന് നാം മാറ്റപ്പെടാം. കർത്താവ് ഏത് സമയത്തും മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടാം. എപ്പോൾ വന്നാലും നാം ഒരുക്കമുള്ളവരായിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ സന്തോഷത്തോടും ഉത്സാഹത്തോടും ദൈവത്തെ സേവിക്കുന്നവരായി മാറ്റേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഉത്സാഹത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ ദൈവത്തെ സേവിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണം. വസ്തുക്കളുടെ സമൃദ്ധി ആരെയും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ ഇടയാകരുത്. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ.